കോൺഗ്രസ് പുനഃസംഘടനയും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു നിൽക്കെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ പാലോട് രവിയുടെ ഫോൺ സംഭാഷണം പുറത്തുവന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിന്റെ തെളിവ്. DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുവെങ്കിലും വിഷയം ഊതിപ്പെരുപ്പിക്കാതെ ഒതുക്കി തീർക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. കഴിഞ്ഞ ഏപ്രിലിൽ പുറത്തുവന്ന ഓഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് എന്നാണ് പാലോട് രവിയെ അനുകൂലിക്കുന്നവരുടെ ആക്ഷേപം. കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും തകർന്നടിഞ്ഞുവെന്ന് സമ്മതിക്കാൻ നേതാക്കൾക്കാവുന്നില്ല എന്ന തെളിവാണ് തിരുവനന്തപുരം DCC ജില്ലാ അധ്യക്ഷൻ പാലോട് രവിയുടെ ഫോൺ സംഭാഷണ വിവാദത്തിൽ രാജിയിൽ മാത്രം ഒതുക്കിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പും കോൺഗ്രസ് പുനഃസംഘടനയും അടുത്തു നിൽക്കെ ഏപ്രിൽ മാസത്തിൽ പുറത്തുവന്ന ഓഡിയോ സംഭാഷണം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് ഗ്രൂപ്പിസത്തിന്റെ ഭാഗം. തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ പാലോട് രവി ഉൾപ്പെടെ പുറത്താക്കേണ്ടവരുടെ പട്ടികയിലുള്ളതായിരുന്നു. എന്നാൽ പാലോട് രവി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സീറ്റ് ആവശ്യപ്പെടുന്നത് മുന്നിൽ കണ്ടാണ് ഓഡിയോ പുറത്തുവിട്ടത്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് പൂർണ്ണമായും തകർന്നടിഞ്ഞുവെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പ്രധാന ഘടകകക്ഷിയായ ലീഗ് LDF-നൊപ്പം പോകും. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് അധികാരത്തിലില്ല. അധികാരമുണ്ടെങ്കിൽ മാത്രമേ ലീഗിന് കോൺഗ്രസുമായി ഒത്തുപോകാൻ സാധിക്കൂ. ഇത് മുന്നിൽ കണ്ടാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ലീഗ് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചതും വോട്ട് ഏകീകരിച്ച് വിജയത്തിലേക്ക് എത്തിച്ചതും. ലീഗ് കൈവിട്ടു പോയാൽ കോൺഗ്രസ് പൂർണ്ണമായും ഇല്ലാതാകും. ഇതുകൂടി മുന്നിൽ കണ്ടാണ് പാലോട് രവിയുടെ ഫോൺ വിവാദം അധികം ചർച്ചയാക്കാത്തതും തന്ത്രപൂർവ്വം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയതും. ചുരുക്കത്തിൽ കോൺഗ്രസിന് ക്ഷീണമാണ് വന്നതെങ്കിലും നിർബന്ധം പിടിക്കുന്നവരെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിലവിൽ ലീഗിന്റെ ഒത്തൊരുമയല്ലാതെ കോൺഗ്രസ് ഗ്രൂപ്പിസം കാരണം ചില്ലുപാത്രം പോലെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. LDF-നെയും BJP-യെയും പുകഴ്ത്തിക്കൊണ്ടുള്ള പാലോട് രവിയുടെ പരാമർശം കോൺഗ്രസിൽ ചെറുതല്ലാത്ത ക്ഷീണവും ഉണ്ടാക്കിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.